على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം നാം കേട്ടത്. 300-നോടടുത്ത ആളുകൾ ഒരു നിമിഷം കൊണ്ട് എല്ലാ പ്രതീക്ഷകളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞ് ഒരു നിമിഷം കൊണ്ട് ചാമ്പലായി മാറിയ രംഗം നമ്മൾ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം പ്രയാസകരമായ മരണത്തിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നഹ്നു ഖദ്ദർന ബൈനക്കുമുൽ മൗത്ത്, നാം നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഭൂലോകത്ത് ജനിച്ച മനുഷ്യന്മാർക്കൊക്കെ മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വമാ നഹ്നു ബി മസ്ബൂക്കീൻ, ഒരാൾക്കും ഒരു ശാസ്ത്രജ്ഞനും ഒരു ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചും നമ്മെ ജയിക്കാൻ കഴിയില്ല. മരണത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, പോയേ പറ്റൂ. അപ്പോൾ പോകുമ്പോൾ ഈമാനോടുകൂടി പോകാൻ കഴിയണം. അപകട മരണമാണെങ്കിൽ ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന വിധം പോകണം, അല്ലേ? അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അപകട മരണത്തിൽ നമ്മൾ പെട്ടുപോവുകയാണെങ്കിൽ ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മരണത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു 2 തരം ആളുകളുടെ അവസാനം വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുബൈക്ക്, അല്ലേ? സൂറത്ത് സജദ കേട്ടില്ലേ? ഞാൻ ആ സജദയിൽ നിന്നുള്ള ഭാഗമാണ് നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. അഫമൻ കാന മുഅ്മിനൻ, വിശ്വാസിയായി ജീവിച്ചു മരിക്കുന്ന ഒരാളും കമൻ കാന ഫാസിഖൻ, തമ്മാടിയായി ജീവിച്ചു മരിക്കുന്ന ഒരാളും ലാ യസ്തവൂൻ, സമാവൂല. രണ്ടാളുടെയും മരണവും ജീവിതവും സമാവൂല. റബ്ബിൻ്റെ കോടതിയിലും സമല്ല. അല്ല പറയുന്നു അമ്മല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മനിരതമായി ജീവിക്കുകയും ചെയ്താൽ ഫലഹും ജന്നാത്തുൽ മഅ്വ, അവർക്ക് അല്ലാഹു ശാശ്വതമായ സ്വർഗീയ ആരാമം നൽകുന്നതാണ്. നുസുലം ബിമാ കാനൂ യഅ്മലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അല്ലാഹു നൽകുന്ന വിരുന്ന് സൽക്കാരമാണത്. ഇത് സ്വർഗം. അപ്പം ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. മരിക്കുമ്പോൾ നമുക്കും വേണ്ടേ ഒരു സ്വർഗം, ഒരു വീട് വേണ്ടേ? ഇവിടുത്തെ വീടൊക്കെ ഒഴിവാക്കി പോവുമല്ലോ, അല്ലേ? നിങ്ങളുടെ കെട്ടിപ്പടുത്തുയർത്തിയ മണിമേടകൾ, ശീതീകരിച്ച റൂമുകളിൽ നിന്ന് നമ്മളുടെ മയ്യത്ത് പുറത്തിറങ്ങല്ലോ. അപ്പോൾ
ആരാരുമില്ലാത്ത, ഒരു സഹായിയുമില്ലാത്ത, കൂട്ടുകാരനില്ലാത്ത, സഹധർമ്മിണികളില്ലാത്ത, മക്കളില്ലാത്ത, സുഹൃത്തുക്കളില്ലാത്ത ഒരു ലോകത്തേക്ക് പോകുമ്പോൾ അവിടെ നമുക്കൊരു വീട് വേണം. അതിൻ്റെ അധ്വാനത്തിലാണ് നമ്മളുള്ളത് കേട്ടോ. അത് ലഭിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഒമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താവുൽ ഗുറൂർ. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കും, സൂക്ഷിച്ചോളി. ദുനിയാവിൽ അകപ്പെട്ടു പോയാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുനിയ ഹുൽവ, ദുനിയാവ് ഭയങ്കര മധുരാട്ടോ, മറക്കണ്ട. വഹലിറ, അത് നല്ല പച്ച പിടിച്ചതാണ്. അതിൽ രക്ഷപ്പെടാൻ ഒരുവിധം ആൾക്ക് കഴിയില്ല. നല്ല മധുര, ഒരു നേരം നൊട്ടി തുണച്ച ആളുകൾക്ക് ആ മധുരത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഒമൽ ഹയാത്തു ദുനിയ ഇല്ല മത്താവുൽ ഗുറൂർ, വഞ്ചിക്കപ്പെടുന്ന ചരക്കാണത്. ദുനിയാവിൽ അല്ലാഹ് എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും നമ്മളെ വഞ്ചിക്കും. അക്കൂട്ടത്തിൽ നമ്മളുടെ ജന്മശത്രുവായ പിശാചു, അവനും നമ്മളെ വഞ്ചിക്കും. നമ്മൾക്ക് പലതരം മോഹങ്ങളും ആഗ്രഹങ്ങളും മരിക്കുന്നത് വരെ തന്നുകൊണ്ടിരിക്കും. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ, അതിലൂടെ കിട്ടാവുന്ന സുഖങ്ങൾ നിങ്ങൾ അനുഭവിപ്പിക്കാൻ അവൻ പരമാവധി ശ്രമിക്കും. അവിടുന്ന് രക്ഷപ്പെടണം. അത് വല്ലാത്തൊരു രക്ഷപ്പെടില്ല. അത് ഒരുവിധം ആൾക്ക് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ, വഅമ്മല്ലദീന ഫസഖു, എന്നാൽ തമ്മാടികളായി ജീവിച്ചവർ, ഫമഅവാഹുമുന്നാർ, അവർക്ക് എത്തിപ്പെടാനുള്ള സ്ഥലം നരകമാണ്. ആ നരകത്തിൽ അവരെത്തിയാൽ കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹ, അതിൽ നരകത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും അവൻ ആഗ്രഹിക്കുക ഒന്ന് പുറത്തു പോരാനാണ്. ആ നരകത്തിൻ്റെ തീയിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്കാൻ എപ്പോഴും ആഗ്രഹിക്കും. അപ്പോഴോ അങ്ങനെ ആഗ്രഹിച്ച് പുറത്ത് കടക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുമ്പോൾ ഉഈദു ഫിഹ, അള്ളാഹു അതിലേക്ക് തന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് മടക്കും. നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് മടക്കും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു അതിൻ്റെ ആഴങ്ങളിലേക്ക് മടക്കും. എന്നിട്ട് അള്ളാഹു പറയും, വക്കീല ലഹും, അവരോട് പറയപ്പെടും, ദൂഖു അദാബന്നാർ, നരകശിക്ഷ ആസ്വദിച്ചോളൂ. അപ്പം നമുക്കെന്ത് മനസ്സിലായി? ഈ ആയത്തിൽ നിന്ന് തമ്മാടിയായി ജീവിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ പടിയിറങ്ങി ഖബറിലേക്കുള്ള യാത്ര നമുക്ക് നരകത്തിലേക്കാവും. ആ നരകത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കുമെന്നും എത്ര ദുസ്സഹമാണെന്നും വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിലൂടെ നമ്മൾ അറിയിച്ചു അല്ലേ? ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചരിത്ര സംഭവം വിശദീകരിക്കാം. നമുക്കും വേണ്ടേ സ്വർഗത്തിലൊരു വീട്? മരിക്കുമ്പോൾ വേണ്ടേ ഒരു കൊതി ഉണ്ടാവില്ലേ? നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പോരാട്ടമാണ് കാഫറുകളും മുസ്ലിങ്ങളും തമ്മിൽ. ഒരു വ്യക്തി ഖൈബറിൽ ശക്തമായി പോരാടുകയാണ്. ശത്രുക്കളെ പരമാവധി അദ്ദേഹം തകർത്തെറിയുന്നുണ്ട്. അതിനിടയിൽ ആ വ്യക്തിക്ക് മാരകമായ മുറിവ് ശത്രുക്കൾ നേരിട്ടു. മുറിവേറ്റപ്പോൾ മുറിവിൻ്റെ വേദന സഹിക്കവയ്യാതെ അദ്ദേഹം സ്വന്തം കയ്യിലുണ്ടായിരുന്ന ആയുധം വയറ്റത്ത് വെച്ച് കമിഴ്ന്നങ്ങ് കിടന്നു. ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഊർന്നിറങ്ങി വാൾ തലപ്പ്. അങ്ങനെ അദ്ദേഹം വഫാത്തായി. ഈ രംഗം സഹാബികൾ കണ്ടു. സഹാബികൾ ഇദ്ദേഹം വയറ്റിൻ്റെ അകത്തേക്ക് കത്തി ഇറക്കുന്നൊന്നും കണ്ടില്ല, പെടയുന്നത് കണ്ടു. ആ രംഗം കണ്ടപ്പോൾ സഹാബികൾ നബിയോട് വിളിച്ചു പറഞ്ഞു, ഫുലാനുൻ ഷഹീദ്, ഫുലാനുൻ ഷഹീദ്, ഇന്ന വ്യക്തി നബിയെ ഷഹീദായിട്ടുണ്ട്. അങ്ങനെ യുദ്ധം നടക്കുന്നു, യുദ്ധസമയത്ത് ഷഹീദായിട്ടുണ്ട് എന്നാ സഹാബികൾ പറയുന്നത്. ഫഖാല റസൂലുള്ളാഹി, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി റഅയ്തുഹു ഫിന്നാർ, ഞാൻ അദ്ദേഹത്തെ നരകത്തിലാണ് കണ്ട്. എനിക്കിപ്പോൾ കാണിച്ചതെന്നല്ല അയാളുടെ ഇരിപ്പിടം. അത് നമുക്കറിയാലോ. നമ്മളൊക്കെ മരിക്കുമ്പോൾ മരണസമയത്ത് നമ്മളുടെ ഇരിപ്പിടം കാണിച്ചു തരും അല്ലേ? ഇതാ മാത്തൽ ഇൻസാൻ ഉരുദാലേഹി മക്കേതു, അവൻ്റെ ഇരിപ്പിടം അല്ല കാണിച്ചു കൊടുക്കും. ഒമിൻ അഹ്ലി നാരി അന്നാർ, നരകത്തിന് വേണ്ടിയാണ് ഇവിടെ പണിയെടുത്ത് പിരിയുന്നതെങ്കിൽ അയാൾക്ക് നരകം കാണിക്കും. ഒമിൻ അഹ്ലിൽ ജന്നത്തി, സ്വർഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം അധ്വാനിച്ച് പണിയെടുത്തതെങ്കിൽ അൽ ജന്ന, സ്വർഗം കാണിച്ചു കൊടുക്കും. അങ്ങനെ കൊണ്ടുപോവുക. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകന് ഈ വ്യക്തി മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അദ്ദേഹത്തെ ഞാൻ ഇപ്പം കണ്ടിട്ടുള്ളൂ. ഇന്നി റഅയ്തുഹു ഫിന്നാർ, ഷഹീദായി ആ സഹാബത്ത് വിളിച്ചു പറയുന്നത്.
ഷഹീദായ സ്വർഗ്ഗമാണല്ലോ. പക്ഷെ റസൂലുള്ള പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കണ്ടത് നരകത്തിലാണ്. എന്താ കാരണം? ഫീ ബുർദത്തിന് വല്ലഹ, അദ്ദേഹം നരകത്തിൽ ഒരു പുതപ്പ് മൂടിപ്പൊതച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. നരകത്തിലേക്ക് പ്രവേശിക്കാം, അതാണ് ഞാൻ കണ്ടത്. സുമ്മക്കാൽ റസൂല്ല, പിന്നെ റസൂല്ല പറഞ്ഞു, ഇദ്ഹബ് യാ ഉമർ, ഉമറേ, ഉമറുല്ലാഹിനെ വിളിച്ചിട്ട് പറയാ റസൂല്ല, ഉമറേ നീ പോകണം, ഫനാദി ഫിന്നാസ്, ജനങ്ങളോട് വിളിച്ചു പറയണം. ഷഹീദായ മാത്രം പോരാ, വിളിച്ചു പറയണം, അന്നഹു ലാ യദ്ഖുൽ ജന്നത്ത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികളല്ലാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് വിളിച്ചു പറയാൻ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ വ്യക്തി സ്വർഗത്തിലല്ല. എന്തേ കാരണം? സ്വർഗത്തിൽ വിശ്വാസികളെ കടത്തു, ഇയാളുടെ വിശ്വാസം പോയി. എന്താ കാരണം? ഇയാൾ ആത്മഹത്യ ചെയ്തു. നമ്മളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും പലപ്പോഴായി പല സാഹചര്യങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. പലരുടെയും കുടുംബത്തിൽ നമുക്കവർ നരകത്തിലാണെന്ന് പറയാൻ പ്രയാസമുണ്ടാവും, അല്ലേ? പക്ഷേ അള്ളാഹുവിന് വേണമെങ്കിൽ പുറത്തു കൊടുക്കാം, സാഹചര്യം മനസ്സിലാക്കിയിട്ട്, അല്ലേ? പക്ഷെ ഇദ്ദേഹം നരകത്തിലാന്ന് പറഞ്ഞാൽ ഇനി എങ്ങോട്ടാ പൊറുക്കുക? ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് ശത്രുക്കൾ അരിഞ്ഞു വീഴ്ത്തിയ ഒരു വ്യക്തി മുറിവ് പറ്റിയപ്പോൾ സഹിക്കവയ്യാതെ വന്നപ്പോൾ നമ്മളെന്താ പറയല്? അവനക്ക് ഭ്രാന്ത, ഇനി മാനസികമാണ്. ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? മുറിവിൽ നിന്ന് വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വന്തം ശരീരത്തിലേക്ക് അവനവൻ ഉപയോഗിക്കുന്ന ആ വാള് വയറ്റിൻ്റെ അകത്തേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്തു. അപ്പോഴാണ് റസൂലുള്ള പറയുന്നത് അയാൾ നരകത്തിലാണ്. നോക്കി ആലോചിച്ച് നോക്കിയല്ലോ. അപ്പം റസൂലുള്ള പറയാ, വിളിച്ചു പറയും ഉമറെ ജനങ്ങളോട്, എന്ത് ഇവരാരും സ്വർഗ്ഗത്തിൽ കിടക്കൂല, ഫുലാനും ഷഹീദ് എന്ന് വിളിച്ചു പറഞ്ഞ സഹാബത്തിനോട് പറയാ. എന്താ പറഞ്ഞത്? ലാ യദ്ഖുൽ ജന്നത്ത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികളല്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് വിളിച്ചു പറയാൻ. അപ്പോൾ ഉമറുല്ലാൻ പറയാണ്, ഫഖർജതു, അപ്പം ഞാൻ പുറപ്പെട്ടു, വനാദൈതു അലന്നാസ്, ജനങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇന്നഹു ലാ യദ്ഖുൽ ജന്നത്ത ഇല്ലൽ മുഅ്മിനൂൻ, ഒരു കാര്യം ഓർക്കുക, ലാ യദ്ഖുൽ ജന്നത്ത ഇല്ലൽ മുഅ്മിനൂൻ, സ്വർഗ്ഗത്തിൽ വിശ്വാസികളല്ലാതെ കടക്കൂല, കേട്ടോ. അപ്പം നമ്മൾ അറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പം ഈ ആത്മഹത്യയൊക്കെ ചെയ്താൽ എന്താ അവസ്ഥ അറിയാം? റസൂല പറഞ്ഞു, മൻ ഖത്തല നഫ്സഹു ബി ഹദീദ, ഒരാൾ ആയുധം ഉപയോഗിച്ച് സ്വന്തമായി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ചെയ്താൽ ഫഹദീദത്തുഹു ഫി യദിഹി യതവജ്ജഹു ബിഹാ ഫി ബത്നിഹി ഫീ നാരി ജഹന്നം, നരകത്തിൽ അദ്ദേഹം അതേ ആയുധം കൊണ്ട് എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതേ ആയുധം കൊണ്ട് അദ്ദേഹം കുത്തിയിറക്കിക്കൊണ്ടിരിക്കും നരകത്തിലും. അല്ലാണ്ട് തന്നെ നരകത്തിൽ. അതിൻ്റെ പുറമെ അദ്ദേഹത്തിന് എന്തുപയോഗിച്ചാണോ ആത്മഹത്യ ചെയ്തത് ആ അവസ്ഥയിൽ ഉണ്ടാകുക. ഇപ്പം ഒരാൾ ആത്മഹത്യ ചെയ്ത് മൻ തറദ്ദാല ജബലിൻ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടാണെങ്കിലോ അത് ആവർത്തിക്കപ്പെടുന്നു. അള്ള കൊടുത്ത നെഫ്സ് നശിപ്പിക്കാനുള്ള അധികാരം നമുക്കില്ല, കേട്ടോ. റബ്ബിൻ്റെ നെഫ്സ് റബ്ബ് എടുക്കുമ്പോൾ കൊണ്ടുപോകും, അതാ വേണ്ടത്. ആത്മഹത്യ ചെയ്യുന്ന ആൾക്കത് പറ്റില്ല. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ പറയാം, യതവജ്ജഹു ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം, നരകത്തിൽ വെച്ച് അവൻ അവൻ്റെ സ്വന്തം ഏത് നിലക്കാണോ ആത്മഹത്യ ചെയ്ത് ആ ആത്മഹത്യ അവൻ വീണ്ടും അവിടുന്ന് തുടരും. എന്നിട്ടോ ആ നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ, ശാശ്വതമാണ്, അബദൻ, എന്നേക്കും, ഇനി ഒരിക്കലും അവിടുന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല. അജ്ജായി നരക. അപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആത്മഹത്യയെക്കുറിച്ച് ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ആത്മഹത്യ എനിക്ക് തോന്നിപ്പോയി. ഒരു മുസ്ലിമിന് തോന്നാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. കച്ചവടം പൊട്ടിത്തകർന്നപ്പോൾ, മക്കൾ വഴിവിട്ട് യാത്ര ചെയ്തപ്പോൾ, അല്ലേ, കുടുംബം തകർന്നപ്പോൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ, കച്ചവടം നഷ്ടപ്പെട്ടപ്പോൾ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി പലരും ആത്മഹത്യക്ക് വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ചെയ്യില്ല. അതുകൊണ്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? രണ്ടുപേരും ഒരുപോലെയല്ല. ഉണ്ടോ? മൂമിനും കാഫറും ഒരുപോലെയല്ല. രണ്ടാളുടെയും ജീവിത മരണം വ്യത്യാസമുണ്ട്. ഒരു നേരം പോലും ചിന്തിക്കാൻ പോലും പാടില്ല. ജീവിതത്തിൽ എല്ലാ നിലക്കും പരീക്ഷ ഉണ്ടാവും, അല്ലേ? പരീക്ഷ ഇല്ലാണ്ട് സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയോ? ഇല്ല. ഈ ദുനിയാവ് പരീക്ഷിക്കാൻ വേണ്ടി വെച്ചതാണ്. അങ്ങനെയല്ല പറഞ്ഞത്, അല്ലേ? ഖുർആൻ പറഞ്ഞുകൊണ്ട് ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾക്ക് ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പണിയെടുക്കുന്നതെന്ന് അറിയാനാണ്. അത് പരീക്ഷിക്കാനാണ്.
അതിൽ തോറ്റുപോകാൻ പാടില്ല. അപ്പം സ്വർഗം നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വേണം കേട്ടോ. ഒരുപാട് അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട് സ്വർഗത്തിൽ കയറാൻ. നരകത്തിലെത്താൻ പിശാചും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവാം, അള്ളാഹിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ കത്തി അമർന്ന ആ 300 അടുത്ത് വരുന്ന ആളുകളുടെ ഒരു നിമിഷം കൊണ്ട് എല്ലാ മോഹങ്ങളും അള്ളാഹു എടുത്തു കളഞ്ഞു അല്ലേ. അതിൽ നമ്മളും നമ്മളുടെ കുടുംബവും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ സംസാരിക്കാം അല്ലേ. പക്ഷേ ആ കുടുംബത്തിലുള്ള അവസ്ഥ അതും മറ്റൊന്നാലോചിച്ച് നോക്കുകൾ. അതിൽ 242 യാത്രക്കാരിൽ ഒരാൾ എല്ലാവരും കത്തി അമർന്നപ്പോൾ ഒരാൾ മാത്രം രക്ഷപ്പെടുത്തു. എന്താ കാരണം? അള്ളാഹു അദ്ദേഹന്റെ മരണം നിശ്ചയിച്ചില്ല. അതാ നഹ്നു ഖദ്ദർനാ ബൈനക്കുൽ മൗത്ത്, മരണം നിശ്ചയിച്ച നമ്മളാണ്. അതുകൊണ്ടാ പറഞ്ഞത് ലൻ യുഅഖിർ അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും അള്ളാഹു സമയം കൊടുക്കൂല. എന്നാ സമയം ആവാത്തോലറ്റ് കൊണ്ടുപോകില്ല. രണ്ടും നമ്മൾ കണ്ടില്ലേ. ആലോചിച്ച് നോക്കുമ്പോൾ ഒരാൾ മാത്രം അയാൾ നടന്നു പോകുന്നു നമ്മൾ കാണുന്നത് അല്ലേ. നാളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്തരമൊരു സാഹചര്യം നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ. സങ്കടമല്ലേ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്നാൽ അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് വേണമെന്നറിയോ? നമ്മളെ സ്വർഗം നമ്മൾ ഉറപ്പാക്കണം. ഇപ്പം നമ്മൾ ഹയാത്തിലുണ്ടല്ലോ, ഒരപകടവും നമുക്ക് പറ്റിയില്ല. അപകടം പറ്റിക്കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് അവസരം അല്ലാഹു സ്വർഗത്തിൽ കയറാൻ തന്നിട്ടുണ്ട്. ഒരവസരം ഞാൻ വെറുതെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങാൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാത്ത നിലക്ക് സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കയറണമല്ലോ അല്ലേ. അങ്ങാടികളിൽ പല കടകളിലും സാധനം വാങ്ങാൻ കയറണമല്ലോ. ആലോചിച്ച് നോക്കൂ. റസൂലുള്ള പറയാം, മഹാനായ ഉമർ റളിയല്ലാഹു പറയുന്നു, അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഖാൽ റസൂലുള്ള നബി പറയുന്നു, ഹീന യദ്ഖുല സൂഖ്, ഒരാൾ മാർക്കറ്റിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ യമൂതു ബിയദിഹിൽ ഖൈർ കുല്ലുഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ പറഞ്ഞാൽ ഈ ഒരൊറ്റ ദിക്ർ ഒരാൾ അതിലേക്ക് കടക്കും. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. ഇതൊക്കെ നമുക്ക് എല്ലാ പദവും പരിചയമുള്ള പദ അല്ലേ. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാണ് പരമാധികാരം, അവനാണ് സ്തുതി. യുഹീ വയുമീത്തു, അവനാണ് ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നത്. ഇതെവിടുന്നാ പറയുന്നത്? മാർക്കറ്റിന്. എത്ര വട്ടം മാർക്കറ്റിൽ പോകണമുണ്ട്, എത്ര വട്ടം സാധനം വാങ്ങാൻ മാർക്കറ്റിൽ പോകണമുണ്ട് അല്ലേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു പറയാം, കതബല്ലാഹു ലഹു അൽഫ ഹസന, 1,00,000 നന്മ അയാളുടെ പേരിൽ അള്ളാഹു രേഖപ്പെടുത്തും. ഈ ഒരൊറ്റ ദിക്ർ നിർവഹിച്ചാൽ 1,00,000 നന്മ തീർന്നില്ല. വ മഹാൻഹു അൽഫ സയ്യ, 1,00,000 തിന്മ അയാൾ ചെയ്ത് മായ്ച്ചു കളയും. എന്താ ചെയ്ത്? ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയപ്പോൾ ഒരൊറ്റ ദിക്ർ അല്ലേ. പക്ഷെ ആ ദിക്റൊന്നും നമ്മളും ജീവിതത്തിൽ ചൊല്ലിയിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ നമസ്കാര ശേഷം ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവും, വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ അല്ലേ. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും 100 തേക്കാൻ വേണ്ടിയിട്ട് 99 ശേഷം അല്ലേ. അതിനോട് കൂടി ഒഹുവ യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ മതി, വേറൊന്നുമില്ല. അതിനെന്താ ഉള്ളത്? 1,00,000 നന്മ തീർന്നില്ല കേട്ടോ. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു അവനൊരു വീട് പണിത് കൊടുക്കും. ഈ ദിക്ർ ഇല്ലാക്ക്. ഈ ദിക്ർ വെറുതെ ചെല്ലിയ ആളല്ല, അയാൾ ഈമാനുള്ള ആളാണ്, അയാൾ മുസ്ലിമാണ്. അയാളുടെ ജീവിതത്തിൽ അള്ളാഹിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാർത്തുന്ന ആളാണ്, അള്ളാഹിന്റെ നിരോധനങ്ങൾ ജീവിതത്തിൽ വെടിഞ്ഞ ആളാണ്. അയാളാണ് ഇത് ചൊല്ലിയത്. അതിനുള്ള കൂലി എന്താ പറഞ്ഞത്? ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അപ്പോൾ കയറാൻ അവസരങ്ങൾ ഒരുപാടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇപ്പം ഒന്നുണ്ടാക്കി കയറിക്കൊണ്ടിരുന്നു. നമ്മളെല്ലാവരും കയറിയില്ലേ ഒന്നുണ്ടാക്കിയിട്ട്? പലരും അങ്ങനെ വന്നു. കാരണം എന്താ? ബാങ്ക് കൊടുക്കുന്നുണ്ട്, വേഗം പോവുക, വേഗം പോയിട്ട് 2 റക്അത്ത് സുന്നസ്കരിച്ച് അവിടെ കുത്തിരിക്കാലോ അല്ലേ. അത് പോരാ. ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ റസൂലുള്ള പറയാൻ, മൻ തവല്ല, ഒരാൾ ഒന്നുണ്ടാക്കി ഫഹ്സൻ ഒന്നു വളരെ ശ്രദ്ധയോടുകൂടി ഇഖ്ലാസോടുകൂടി ഉണ്ടാക്കി. ഒന്നുണ്ടാക്കിയത് ശ്രദ്ധയോട്ടാണ്, അല്ലാണ്ട് ഇങ്ങനെ വായ കൊടുത്ത് കൈ കഴുകി ഐസ് സ്പീഡിലല്ല, ഒക്കെ സാവകാശം. എന്താ? ഈ കൈ കഴുകുമ്പോൾ അവൻ നിയ്യത്ത് ചെയ്തു, എന്താ പടച്ചോനെ ഈ കൈ കൊണ്ട് ഞാൻ എന്തെങ്കിലും തിന്മ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തിന്മ
ഈ വെള്ളത്തിൻ്റെ കൂടെ കഴുകിപ്പോക്കുകയാണ് നിയ്യത്ത് വെക്കണം. വായ കഴുകുമ്പോൾ എൻ്റെ വായ കൊണ്ട് വല്ല തിന്മകളും ഈ വായ സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ അത് ഞാൻ കഴുകുകയാണ് എന്ന നിയ്യത്ത് വെക്കണം. മുഖം കഴുകുമ്പോൾ ഈ കണ്ണുകളും ഈ മൂക്കുമൊക്കെ എത്രയോ തിന്മകളിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? കണ്ണ് ഒക്കെ കഴുകി വൃത്തിയാക്കുക, അങ്ങനെ നന്നാക്കി ഒന്നുണ്ടാക്കുക. ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ആ അവയവങ്ങൾ കൊണ്ട് ചെയ്ത തിന്മകളാണ് പഠിച്ചോനെ ഞാൻ കഴുകുന്നതിനുള്ള ബോധത്തോടുകൂടി ഉണ്ടാക്കുക. അതാണ് അഹ്സൽ വുദൂ. സുമ്മക്കാല, എന്നിട്ട് അവൻ പറയണം എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ഉണ്ടോ? നേരത്തെ പറഞ്ഞ മൈത്തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി അവൻ്റെ ദാസനും അവൻ്റെ ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീൻ വജ്അൽനി മിനൽ മുത്തത്തഹിരീൻ. അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീൻ, പടച്ചവനെ തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ അടിയുറച്ച് നിൽക്കാതെ തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. ഉണ്ടോ? വജ്അൽനി മിനൽ മുത്തത്തഹിരീൻ, പടച്ചവനെ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ, ശാരീരികവും മാനസികവുമായ ശുദ്ധിയുള്ള ആൾക്കാരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ റസൂലുള്ള പറയാണ്, ഫുത്തിഹത്ത് ലഹു സമാനിയത്ത അബ്വാബിൽ ജന്ന യദ്ഖുലു അയ്യുഹാ ഷാ. 8 സ്വർഗങ്ങളിൽ അവൻ ഉദ്ദേശിച്ച സ്വർഗത്തിൽ ഈ ദിക്ർ കൊണ്ട് കയറാൻ കഴിയും. അപ്പം സ്വർഗത്തിൽ കയറാൻ അവസരങ്ങളേറെ അല്ലേ? ഇതൊന്നല്ല അള്ളാന്റെ റസൂൽ വിശദീകരിച്ചത്, ഖുർആൻ വിശദീകരിച്ചതും കേട്ടാട്ടല്ലോ അത്ഭുതപ്പെട്ടു പോകും. എന്നിട്ടൊന്നും കയറാൻ കഴിഞ്ഞില്ലുണ്ടല്ലോ, ബുദ്ധിമുട്ടായി പോകും. അപ്പം അത് മാത്രമല്ല, ഇനി റസൂൽ പറയാ സഹാബത്തിനോട്, ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന, നിങ്ങൾ അള്ളാഹിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലുൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് എന്ന സ്വർഗം ചോദിച്ചോളി. അങ്ങനെ പഠിച്ചോനെ ജന്നാത്തുൽ ഫിർദൗസിൽ, അങ്ങനെയാണല്ലോ. ആരെ കയറ്റിയാന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങൾ ഓതിയിട്ടല്ലേ ഉള്ളൂ കഹ്ഫ്, സൂറത്ത് കഹ്ഫിൽ ഓതിയില്ലേ? ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ഓതിയില്ലേ? ഇപ്പൊ മുസ്ലിം മാറ്റി വെച്ചിട്ടുള്ളൂ കഹ്ഫ് ഓതിയിട്ട്. ഇന്നല്ലദീന ആമനു, വിശ്വസിക്കുക, തൗഹീദ് ഉണ്ടാവണം, പിഴവുണ്ടാവരുത്. അത് പോയിപ്പോയണ്ടല്ലോ, ഒരു രക്ഷയില്ല. തൗഹീദ് ഉണ്ടാവണം, അമിലു സാലിഹാത്ത്, സൽക്കർമ്മം ഉണ്ടാവണം. എന്നാലോ കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് അല്ലാഹു നൽകുന്ന വിരുന്ന് സൽക്കാരമാണ് ജന്നാത്തുൽ ഫിർദൗസ്. കേട്ടോ? ഖാലിദീന ഫീഹ, അവർ ആ സ്വർഗത്തിൽ ശാശ്വതമാണ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, ഒരു നേരം പോലും അതിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ആഗ്രഹിക്കുക. അത്ര പരമാവധി സുഖ ഏത് ജന്നാത്തുൽ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ജന്നാത്തുൽ ഫിർദൗസ് ചോദിച്ചോളി. എന്നിട്ട് റസൂൽ പറയാം, അഅദ്ദഹാ ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, ഈ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു ഈമാനോടുകൂടി സൽക്കർമ്മനിരതമായി ജീവിക്കുന്ന മുജാഹിദുകൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. നിങ്ങൾ വിചാരിക്കേണ്ട സംഘടനാ മുജാഹിദാണ്. ഏത് പേരിനും പ്രശസ്തിക്കും വേണ്ടി അധ്വാനിക്കല്ല, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന മുജാഹിദുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയതാണ്. എവിടെവിടെ തിന്മ നടക്കുന്നുവോ അവിടെ നന്മ സ്ഥാപിക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്നവർക്ക് ആ മുജാഹിദ് അറിയാം. അല്ലാണ്ട് വാളെടുത്ത് വെട്ടുകയല്ല. തിന്മ നടക്കുമ്പോൾ അതിനെതിരിൽ പോരാട്, അതാണ് മുജാഹിദ്. അവർക്ക് അള്ളാഹു ഒരുക്കിയതാണ് ആ ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ച് നമുക്ക് മോഹം വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഫൈന്നഹു ഔസത്തുൽ ജന്ന, അത് സ്വർഗത്തിന്റെ 8 സ്വർഗങ്ങളുടെ മധ്യത്തിൽ നിലകൊള്ളുന്ന സ്വർഗം. ജന്നാത്തുൽ ഫിർദൗസ് മധ്യത്തിലാണ്. വഅലൽ ജന്ന, ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള സ്വർഗവുമാണ് ജന്നാത്തുൽ ഫിർദൗസ്. വഫൗഖഹു അർശുർ റഹ്മാൻ, ജന്നാത്തുൽ ഫിർദൗസിന്റെ തൊട്ട് മുകളിലാണ് അർശുർ റഹ്മാൻ, റഹ്മാന്റെ അർശുള്ളത്, കാരുണ്യന്റെ അർശ്. നിങ്ങൾ ആയത്തുൽ കുർസി ഒന്നും പറയല്ലേ അർശിനെ പറ്റി? കുർസിയെ കുർസിയു സമാവാത്തി വല്ല, ആകാശ അള്ളാഹുവിന്റെ സിംഹാസനം, അള്ളാഹുവിന്റെ പാദം വെക്കുന്ന സ്ഥലം, അതിന്റെ മുകളിലാണ് ജന്നാത്തുൽ ഫിർദൗസ്. വഫൗഖഹു അർശുർ റഹ്മാൻ വമിൻഹു തഫജ്ജറ അൻഹാറുൽ ജന്ന, ആ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള എല്ലാ നദികളും ഒഴുകുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ ആ സ്വർഗം ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ സ്വർഗം ചോദിക്കാനും സ്വർഗം ലഭിക്കാനും നമുക്ക് ഒരുപാട് അവസരമുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇന്ന ഫിൽ ജന്നത്തില്ല ഖുറഫ, ദുനിയാവിലൊരു ഖുറഫുണ്ട്. ഖുറഫ് പറഞ്ഞാൽ മണിമേട അല്ലേ, അല്ലെങ്കിൽ അറ, ഒരു മണിമാളിക ഉണ്ട് സ്വർഗത്തിൽ വിശ്വാസികൾക്ക് നൽകുന്ന. സഹാബത്ത് ചോദിച്ചു, മോഹം കൊണ്ടായി പറഞ്ഞപ്പോൾ, കാലു ലിമൻ ഹിയ യാ റസൂലല്ലാ, ആ ഖുറഫത്ത് ആർക്കുള്ളതാ റസൂലേ? കാല, നബി പറഞ്ഞു, ലിമൻ അതാബൽ കലാം, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെ വെറുപ്പിക്കാതെ, അവരെ വിഷമിപ്പിക്കാതെ, അവർ നേരത്തെ കുത്തുവാക്കുകൾ ഉപയോഗിക്കാണ്ട് സംസാരിക്കുക. അങ്ങനെ ചില ആൾക്കാർ നന്നാക്കുക എന്ന് പറഞ്ഞാലേ തിന്മ തടയില്ല, അതല്ല, തിന്മ തടയണം, പക്ഷേ വേണ്ടാത്ത വൃത്തിയിട്ട വാക്കുകളൊക്കെ ഉപയോഗിക്കണില്ലേ? അനങ്ങിയ തെറ്റിയ എന്ത് പറയും? ആരാക്കിപ്പെട്ടുള്ള വർത്താനം പറയും അല്ലേ? നമുക്ക് ദേഷ്യം പിടിച്ചു നോക്കണം നമ്മളെ യഥാർത്ഥ കോല അറിയാൻ. ചിലവർ പറയുന്നുണ്ട്, അയാളോട് പൊന്നാര മോനെ ദേഷ്യം പിടിച്ചാൽ അറിയാം അയാളെ കോലെന്ന്. ഒരു വാഹനം നമ്മളെ നേരെ ഓവർടേക്ക് ചെയ്ത് പോയാൽ മതി, വേറൊന്നും വേണ്ട. വേണോ? പിന്നെ നമ്മൾ പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ അയാളെ കേൾപ്പിക്കാണ്ട് കേൾപ്പിച്ച അടി കിട്ടും. അങ്ങനെ എത്രയോ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ലിമൻ അതാബൽ കലാം, ഈ ഉറഫ്, ഈ മണിമേട സ്വർഗത്തിൽ ആർക്കുള്ളതാണ്? കലാം നന്നാക്കിയവർക്ക്. പിന്നെ വാത്താമത്താം, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയ ആളുകളെ ഊട്ടുക അവർക്ക്. ഇപ്പം നാട്ടിലൊന്നും, നമ്മുടെ നാട്ടിലൊന്നും ആരില്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിട്ട് ആരും നടക്കുന്നില്ല. ഒരു 99% ആളുകളും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകളല്ല, ഭക്ഷണം എടുത്തു വെക്കുക, എന്നിട്ട് അതും കൂടി വിറ്റ് പൈസ ആക്കുക. മരുന്ന് വാങ്ങിക്കൊടുത്താൽ അത് മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് പൈസ ആക്കുന്ന സാധുക്കളാണ് ഇപ്പം ഉള്ളത്. അത് ചിലവരിങ്ങനെ നിന്നിട്ട് രോഗം കാണിച്ചിട്ട് നന്മയുള്ള മനുഷ്യന്മാരിൽ സരക്ക വാങ്ങും. ആ സരക്ക വാങ്ങിയിട്ട് അത് മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി വിറ്റിട്ട് 1/8 വിലക്കൊക്കെ കൊടുത്താളും. അന്ന് ഓനക്കെത്താൻ മുടക്കൊന്നുമില്ലല്ലോ, മറ്റോ വാങ്ങി വെക്കും മെഡിക്കൽ ഷോപ്പുകാരന്. അതിന് ഓനക്ക് ദുനിയാവുന്ന ആ റേറ്റിന് കിട്ടൂല. സാധാരണഗതിയിൽ ബുദ്ധിമുട്ടിയ മനുഷ്യന്മാരെ തീറ്റിക്കുക, അതാണ് അത്താമ. എന്തെങ്കിലും കൊടുത്തു വിടുകയല്ല, അത്താമത്താം ഉണ്ടോ. പിന്നെ വസല്ലാലില്ലാഹി ബില്ലയിൽ, രാത്രിയിൽ അള്ളാഹ്ക്ക് വേണ്ടി തഹജ്ജുദ് കഴിക്കുക, നമ്മളെ വലുപ്പത്തിനല്ല. അങ്ങനെ ആർക്കുള്ള ഉറഫ്? ഒന്ന് കലാമ് നന്നാക്കണം, രണ്ടാമത്തെ പറഞ്ഞെന്താ? പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവൻ ഊട്ടി അല്ലേ? പിന്നെ പറഞ്ഞെന്താ? വസല്ലാലില്ലാഹി ബില്ലയിൽ, രാത്രി അള്ളാഹ്ക്ക് വേണ്ടി തഹജ്ജുദ് കഴിച്ചു. വന്നാസു നിയാം, ജനങ്ങളെല്ലാം സുന്ദരമായി കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ. നമ്മളാകെ തഹജ്ജുദ് നിസ്കരിക്കൽ റമളാനാണ്. റമളാൻ കഴിഞ്ഞ് നമ്മളെ തഹജ്ജുദും കഴിഞ്ഞ്, ഖിയാമുൽ ലൈൽ കഴിഞ്ഞ്, തർക്കം കഴിഞ്ഞ് അല്ലേ? മറ്റത് ബലാക്കിൻ്റെ തർക്കം നോക്കാം. അപ്പം നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിന്? സ്വർഗം നേടാൻ കേട്ടോ. ഇനിയോ എല്ലാവർക്കും ഒരു 15 മിനിറ്റ് മരണം വരെ മെനക്കെട്ടാൽ മതി. 15 മിനിറ്റ് ഒരു ദിവസത്തിൽ 15 മിനിറ്റ് മരണം വരെ മെനക്കെടണം, എന്നാലും ഒരു സ്വർഗമുണ്ട്. ഒരു മൂമിനായ മനുഷ്യനെ റസൂല പറയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമുഹ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അവസാനം വരെ, ഹത്താ യഖ്തിമുഹ, അത് അവസാനം വരെ ഓതുക. അവസാനം വരെ എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ലല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് മുഴുവനായി ഓതുകയാണ്. അത് എത്ര വട്ടം? 10 മർറാത്തിൻ, 10 പ്രാവശ്യം. 10 പ്രാവശ്യം ഈ 5 ആയത്തോതാൻ മാക്സിമം വന്നാൽ ഒരു 15 മിനിറ്റ് മതി, പോരെ? അത് മരണം വരെ നമ്മൾ നമ്മുടെ മാറോട് ചേർത്ത് പിടിച്ചാൽ അല്ലാഹ് പറയാം, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിത് നൽകും. പോരെ? ഇതൊക്കെ തരാന്ന് പറഞ്ഞിട്ടോ അതൊന്നും വാങ്ങാണ്ട് അങ്ങോട്ട് മരിച്ചു പോണ്ട, അതോട് പറഞ്ഞതാ. ചിലപ്പോൾ നിങ്ങൾ പറയും, മൗലി ഇങ്ങൾക്കൊന്ന് കലാമ് നന്നായിക്കൂടെ? ഞാൻ നിന്റെ കലാമ് നന്നാക്കിയിട്ട് പറയാത്, നിങ്ങളെ കൽബിൻ്റെ അകത്ത് തുളച്ച് കയറാൻ ഒരു 15 മിനിറ്റ് മെനക്കിട്ടാൽ മതി, വേറൊന്നും വേണ്ട അല്ലേ? അപ്പോൾ എന്നാ അങ്ങ് കേൾക്കണോ? 10 വട്ടമുണ്ട് നിങ്ങൾ ചോദിച്ചല്ലേ? ഞാനത് പറഞ്ഞപ്പോൾ ഒരു വട്ടാണെങ്കിൽ നോക്കാൻ, 10 വട്ടോ എന്നാ വേണ്ട കൊട്ടാരം അല്ലേ? പക്ഷെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴേ ധീരനായ ഉമറുല്ലാഹ് പറയാം, എങ്കിൽ ഇതല്ല അസ്തക്സർ, എങ്കിൽ ഞാൻ അതിനേക്കാൾ
വർദ്ധിപ്പിച്ചോതും 10-നേക്കാൾ. അപ്പോൾ റസൂല പറഞ്ഞു, അള്ളാഹു അക്സർ വാത്യം, അള്ളാഹു എങ്കിൽ അതിനേക്കാൾ വലുതും ഉന്നതമായതുമായത് ധാരാളമായി ഉമറിന് തരും. ഓതാം, 10ന്റെ കൂടുതൽ ഓതാം കേട്ടോ. അങ്ങനെ ഭൂമിയിൽ നിന്ന് പിരിയുമ്പോൾ സ്വർഗം ലഭിച്ചിരിക്കുന്നു എന്ന് ഉറപ്പോടുകൂടി യാത്ര പോകാൻ സാധിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബി ശുറഫ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യാ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഇനിയും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ റസൂലുള്ള വിശദീകരിക്കുക, നമുക്ക് കേൾക്കാം. ഇപ്പം നമ്മൾ മാർക്കറ്റും തുടങ്ങിയതല്ലേ, മാർക്കറ്റ് പോകുമ്പോൾ ദിക്ർമം തുടങ്ങി, അവിടെയും അള്ളാഹു നമുക്കൊരു സ്വർഗത്തിൽ വീട് തരാണ്. ഇനി നിങ്ങൾ കേട്ടോളൂ. സാധാരണ നമ്മൾ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ട്. പക്ഷെ റവാത്തിബ് സുന്നത്തുകൾക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഫർദ് നമസ്കാരത്തിൻ്റെ പുറമെ നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കാരമില്ലേ, 12 റക്അത്ത് ഇല്ലേ, അതിനാണ് എന്ത് പറയുക, റവാത്തിബായ സുന്നത്ത്. ആ സുന്നത്ത് നിസ്കാരത്തെ പറ്റി മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ സൗജുൻ നബി, നബിയുടെ ഭാര്യയായ ഉമ്മു ഹബീബ പറയാണ് റസൂലുള്ള പറഞ്ഞതായിട്ട്, മൻ സല്ല സ്നത്തൈ അശ്റത്ത റക്അത്ത്, ആരെങ്കിലും 12 റക്അത്ത് നിസ്കരിച്ചാൽ ഗൈറൽ ഫരീദ, ഫർളല്ലാത്ത 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ഇല്ലാ ബനല്ലാഹു ബൈത്തൻ ഫിൽ ജന്ന, അള്ളാഹു അവന് വേണ്ടി ഒരു സ്വർഗത്തിലൊരു വീട് അവന് വേണ്ടി പണിയും. ഉണ്ടാവും. ഇതൊക്കെ കേട്ടിട്ടെ ഫർള് നിർത്തി വെച്ചിട്ട് ഇനി സുന്നത്ത് തുടങ്ങണ്ട. കാരണം പറയുമ്പോൾ രണ്ടും പറയണേ, പല ജാതി ആൾക്കാരുള്ളതാണ്. അത് ശരി, 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടൂലേ, എന്നാൽ പിന്നെ വെറുതെ പറന്ന് 17 നിസ്കരിക്കില്ലേ, എന്തെല്ലാം ടൈപ്പിൽ ഇറങ്ങുന്ന ഒരാൾ. അത് മാത്രമല്ല, കേവി പറഞ്ഞെന്ന് പറയും, അതോടുകൂടി വേറെയും കൂടി ഒരു ഗുൽബാല ഇറങ്ങി അല്ലേ, എൻ്റെ പേരിലൊരു ഗീബത്തും കൂടി പറയും. ഇനിയും അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, പിന്നെ ചെറിയ മക്കൾ, വയസ്സായ ആൾക്കാർ മരിച്ചാൽ നമുക്ക് സന്തോഷമാണ്. ഇനി ചിലവാക്കണ്ടല്ലോ, പൈസ ചിലവാക്കണ്ടല്ലോ. അത് മാത്രമല്ല, കുളിപ്പിക്കേണ്ട, തിന്നാൻ കൊടുക്കണ്ട, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട, തിരിച്ചു കൊണ്ടുപോകണ്ട. സത്യത്തിൽ കരീനൊക്കെ വെറുതെ കരീണ്ട, ഉള്ളിൽ സന്തോഷമാണ്. ഇത് അള്ളാഹ്ക്കറിയാം നിങ്ങൾക്ക് സന്തോഷമാണെന്ന്, അത് അല്ല പറയുന്നുണ്ട് അല്ലേ. കത് ഏലമുള്ള അള്ളാഹ്ക്കറിയാം എന്ത് നിങ്ങളെ കൽബിലുള്ളത് പറഞ്ഞില്ലേ സൂറത്ത് ഇസ്രായേൽ. മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞതാ, കൽബിലുള്ള അള്ളാഹ്ക്കറിയാം. പ്രായമുള്ള ആൾക്കാരൊക്കെ മരിച്ചാലേ സന്തോഷമാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ജനിച്ച ഒരു മോന്, ഒരു പൈതൽ ഒരു 5-10 വയസ്സിൻ്റെ ഇടയിൽ മരിച്ചു നിൽക്കുക, സങ്കടാവും അല്ലേ. ആ സമയത്ത് ആ മരിച്ച പിതാവ്, രക്ഷിതാക്കൾ, മാതാപിതാക്കൾ പറയാണ്, കുട്ടി മരിച്ചപ്പം അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പറയാനുള്ള ഈമാൻ വേണമെന്ന് മാത്രം. ഇത് ആ കുഞ്ഞ് മരിച്ചപ്പോഴേ, നമ്മൾ കുഞ്ഞ് മരിച്ചാലേ നമുക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. വല്യമ്മ മരിച്ചാലും വല്യപ്പ മരിച്ചാലും നമ്മൾ പറയൽ തന്നെ വ്യത്യാസമാണ് അല്ലേ. വല്യപ്പയും മരിച്ചാൽ നമ്മൾ എന്താ പറയല അറിയോ, വല്യാപ്പ പോയി, വല്യമ്മ ഇന്നലെ പോയി എന്നാ പറയാം. മൂപ്പര് സ്വന്തം നടന്ന് കബറിലേക്ക് പോയ മാതിരി സന്തോഷം കൊണ്ട് പറഞ്ഞതാ, ആ വാചകം തന്നെ അതാ. നേരെ മറിച്ച് കുട്ടി മരിച്ചപ്പോഴോ, നിന്റെ മോനെ അല്ല കൊണ്ടുപോയി അല്ലേ, നല്ല അറിയാം എല്ലാവരും. പക്ഷെ കുട്ടി മരിച്ചാൽ റസൂലുള്ള പറയാ, ഇതാ മാത്ത വലതുല്ലബദ്, ഒരു മനുഷ്യന്റെ കുട്ടി മരിച്ചാൽ അള്ളാഹു മരിപ്പിച്ച റൂഹ് പിടിച്ചെടുത്ത മലക്കളോട് ചോദിക്കും, കാലല്ലാഹുലി മലായിക്കത്തി, കബദ് ചെയ്ത റൂഹിനെ പിടിച്ചെടുത്ത മലക്കളോട് അല്ല ചോദിക്കും, എന്ത് കബൽത്തും വലത് അബിദി, എൻ്റെ ദാസന്റെ ഒരു കുഞ്ഞിൻ്റെ റൂഹ് നിങ്ങൾ പിടിച്ചെടുത്തു അല്ലേ. ആ പിടിച്ചെടുത്തപ്പോൾ
ആ മനുഷ്യൻ എന്താ പറഞ്ഞത് രക്ഷിതാവ്? ഫമാദാ യഖൂൽ, എന്ത് പറഞ്ഞു എന്ന് മലക്കുകളോട് ചോദിക്കും. അപ്പം മലക്കുകൾ പറയാം. ഫതഖൂൽ, മലക്കുകൾ പറയും ഹമിദക്ക, പഠിച്ചോനെ അവർ നിന്നെ ഹംദ് ചെയ്തു, അൽഹംദുലില്ലാ. കുട്ടി മരിച്ചപ്പോളെ ഹംദുലില്ലാ. വസ്തർജ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഇത് രണ്ടും ചെയ്താലോ അള്ളാഹു അപ്പം പറയാം മലക്കുകളോട്, ഇതൻ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇബ്നുലി അബ്ദി, എൻ്റെ ദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ പണിയണം ബൈത്തൻ, ഒരു വീട്, ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ. വ സമ്മൂഹു, ആ വീട്ടിൽ നിങ്ങൾ പേര് വെക്കണം ബൈത്തൽ ഹംദ്, അള്ളാഹിനെ സ്തുതിച്ച വീട്. അങ്ങനെ അത് അയാൾക്കുള്ളതാണ്. കരഞ്ഞുകൊണ്ടും മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടും ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടൊന്നും കാര്യമില്ല ഉണ്ടോ. എന്നാലോ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടീനെ നേരത്തെ നിങ്ങളോട് പറഞ്ഞയച്ചാൽ ഒരു ബൈത്തൽ ഹംദ് നിങ്ങൾക്കുണ്ട്. ഇതൊക്കെ അറിയണം. ഇപ്പോൾ ഒരാളങ്ങനെ കരയാണ്ടെന്ന് നമ്മളെന്താ പറയുക അറിയോ? അയാൾക്കൊരു ദുഃഖമില്ല കേട്ടോ കുട്ടി മരിച്ചതിൽ. അയാൾ അൽഹംദുലില്ലാ എന്നാ പറഞ്ഞ്, പിന്നെ അയാൾക്ക് എന്തിനാ ദുഃഖം? ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത തർക്കം ഉണ്ടാക്കുന്നവരുണ്ട് ഇല്ലേ? ചില ആൾക്കാർക്ക് എന്ത് പറഞ്ഞാൽ തർക്ക, ഓനോട് വർത്താനം തന്നെ പറയാൻ കഴിയില്ല. തർക്കത്തിൻ്റെ ഹെഡാഫീസാണ്. ഇസ്ലാമിന് വേണ്ടി തർക്കിക്കൂല, സ്വത്തിന് വേണ്ടി തർക്കിക്കും. അല്ലെ ഇനി ഇവിടെ നാട്ടിലെന്തെങ്കിലും സംഭവം ഉണ്ടായി അതിനുവേണ്ടി തർക്കിക്കും, രാഷ്ട്രീയത്തിൽ തർക്കിക്കും അല്ലേ? റസൂൽ പറയാണ് അന സഈമുൻ ബി ബൈത്തിൻ ഫി റബലിൽ ജന്ന, സ്വർഗത്തിൻ്റെ ഒരു ചാരത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു. ആർക്ക്? ലിമൻ തറക്കൽ മിറാഹ്, തർക്കം ഉപേക്ഷിച്ചു, അനാവശ്യ തർക്കം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗമുണ്ട് കേട്ടോ. വൈൻ കാലത്ത് മുഹിക്ക, ചിലപ്പം സത്യപ്പൻ്റെ ഭാഗത്തായിരിക്കും. ഇത് ഒഴിവാക്കി നമ്മളങ്ങനെ പറയില്ലേ പലപ്പോഴും. സ്വത്തിനൊക്കെ കേസ് കൊടുക്കുന്ന ആൾക്കാർ കേസ് കൊടുത്ത് ആയുഷ്കാലം മുഴുവൻ അതിൻ്റെ പിന്നാലെ നടന്നു. സത്യം എൻ്റെ ഭാഗത്താണെങ്കിലും തർക്കം ഒഴിവാക്കണം, സ്വർഗമുണ്ട്. കഴിയൂലട്ടോ. നമുക്കൊരു ഇഞ്ച് സ്ഥലം കിട്ടാണ്ടെങ്കിൽ തർക്കമല്ല, കോടതിൻ്റെ എപ്പാപ്പനെ കയറ്റും നമ്മൾ. ഏത് വല്യാപ്പനെയും കയറ്റും. ഇപ്പം വല്യമ്മയില്ല വല്യാപ്പയില്ല ആരും ഉണ്ടാവില്ല അല്ലേ? ഒരു ഇഞ്ച് ഭൂമി മതി. പിന്നെ ബൈത്തുൻ ഫി വസ്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലൊരു വീടുണ്ട്. ലിമൻ തിറക്കൽ കദീബ്, മരണം വരെ കളവ് പറയാതിരുന്നാൽ സ്വർഗത്തിന്റെ മധ്യത്തിലൊരു വീടുണ്ട്. ഇപ്പൊ കിട്ടും നമുക്കൊക്കെ അല്ലേ? തൊള്ള തുറന്നാ കള്ളത്തിലേ പറയുള്ളൂ. വെറുതെ നടന്നു പോകുമ്പോൾ ഒരാൾ നിങ്ങൾ എങ്ങോട്ടാ ഇപ്പം ചായ കുടിക്കാൻ പോകുമായിരിക്കും. എങ്ങോട്ടാ? ഞാൻ ഇവിടം വരെ, ഹോട്ടലിലേക്ക് കയറാൻ ഓർക്ക് വാങ്ങി കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കളവ് പറഞ്ഞല്ല. അപ്പം ഇതൊന്നും നമ്മൾ കിട്ടൂല. ശരിക്കും ലഭിക്കേണ്ട അറിയാൻ തോന്നുന്നുണ്ട്. ആഖിർ സമാനിലുള്ള ആൾക്ക് കിട്ടൂലെന്ന്. പക്ഷെ കിട്ടൂട്ടോ, വെറുതെ പറഞ്ഞ ഈ അത്ര ഈമാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒറ്റപ്പെട്ട ആൾക്കാർ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഭയങ്കര കളവ് പറയില്ല, തല പോയാലും കളവ് പറയില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞെന്താ അറിയോ? വൈൻകാനം മാസിയൻ, തമാശക്ക് പോലും കളവ് പറയില്ല. നമ്മൾ തമാശക്ക് കളവ് പറയാതെ പഠിച്ചോല. കളവ് പറയാത്തോലെ തന്നെ തമാശക്കയും പറയും അല്ലേ? കച്ചവടക്കാരെ കളവ് പറയും വേണ്ട. ഓരോ മുതലും ചിലവിൽ എന്താ പറയാ 1000. അപ്പോൾ മറ്റോ അല്ലാ തൻസിൽ കുറയോ? അറബികൾ പ്രത്യേകിച്ച് അല്ലാ തൻസിൽ കുറയില്ലേ? അപ്പം നമ്മൾ 850 ഉറുപ്പ്യ മുതലാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് തരുന്നത്. ആകെ 200 ഉറുപ്പ്യ താരാ. എത്ര കച്ചവടക്കാർ അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് 3 തുണിയിൽ പൊതിഞ്ഞ് പോകുമ്പം പടച്ചോനെ ആ മയ്യത്തിൻ്റെ ഇളക്കം കണ്ട് ഞങ്ങൾ ശരിക്കും കാണാം. മയ്യത്ത് അങ്ങോട്ടാ പോകേണ്ടത്. അള്ളാഹു കാക്കട്ടെ. കാക്കണ്ട് കളവ് ഒഴിവാക്കണം, തർക്കം ഒഴിവാക്കണം, ആവശ്യമില്ലാത്ത തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം കേട്ടോ. അങ്ങനെ ചെയ്താലോ? കളവ് ഒഴിവാക്കിയാൽ, തമാശക്ക് പോലും കളവ് പറയുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ബൈത്തുൻ ഫി അയലൽ ജന്ന, ഒരു സ്വർഗമുണ്ട്. സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള ലിമൻ ഹസ്സന ഹുൽക്കഹു, സ്വഭാവം നന്നാക്കിയവർക്ക്. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യനോട്, ഭാര്യയും ഭർത്താവ് മക്കളോട്, മക്കൾ മാതാപിതാക്കളോടൊക്കെ സ്വഭാവം നന്നാക്കുക. അതിനും സ്വർഗമുണ്ട്. നമുക്ക് വേണ്ട ഒരു സ്വർഗം. ഇതിൽ ഏതെങ്കിലും ഒരു രംഗത്ത് നമ്മൾ കയറി കൂടാൻ പറ്റുമോ? അധ്വാനിക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും
അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ വെച്ച് കണ്ടുമുട്ടാനും സന്തോഷത്തോടുകൂടി സ്വർഗീയ അനുഭവങ്ങൾ അനുഭവിക്കാനും അള്ളാഹു നമ്മെല്ലാം തുണക്കുമാറാകട്ടെ. മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മൗഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടപ്പെട്ട് രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം സാലിഹായ മോഹങ്ങൾ നമ്മൾക്കെല്ലാം അള്ളാഹു സഫലീകരിച്ചു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.